ഇംഗ്ലീഷിലെ കുറച്ച് സിനോണിംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡ്യൂപ്ലിസിറ്റി. ഡ്യൂപ്ലിസിറ്റിന്റെ അർത്ഥം വരുന്നത് വ്യാജമായിട്ടുള്ള എന്നൊക്കെയാണ്. അപ്പം ഇൻസിൻസിയറിറ്റി, അതുപോലെ ഹിപ്പോക്രസി, ഡിസീറ്റ്ഫുൾനെസ്, ഇതൊക്കെയാണ് ഡ്യൂപ്ലിസിറ്റിന്റെ സിനോണിംസ്. സെക്കൻഡ് വേർഡ് കംറാഡറി. കംറാഡറി എന്ന് പറയുമ്പോൾ സാഹോദര്യം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ്. അപ്പം അതിന്റെ സിനോണിംസ് ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്, കോംറേഡ്ഷിപ്പ്, അതൊക്കെയാണ്. ഇനി ഇനെപ്റ്റ്. ഇനെപ്റ്റിന്റെ അർത്ഥം വരുന്നത് ഫൂളിഷ്, അൺഫിറ്റ്, ഇൻകോമ്പറ്റന്റ് അങ്ങനെയൊക്കെയാണ്. ഇനി പാലിയേറ്റ്. പാലിയേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു തീവ്രത കുറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പം റെഡ്യൂസ്, ഈസ്, മോഡറേറ്റ്, അതൊക്കെയാണ് പാലിയേറ്റിന്റെ സിനോണിംസ് വരുന്നത്. അടുത്തതായിട്ട് ക്ലെമൻസി. ക്ലെമൻസി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് മേഴ്സി, മൈൽഡ്നെസ്, ജെന്റിൽനെസ് അങ്ങനെയൊക്കെയാണ്. ഇനി വാന്റൻ. വാന്റൻ എന്ന് പറയുമ്പോൾ ക്രൂരമായിട്ടുള്ള, അപ്പം ക്രുവൽ, മേഴ്സിലസ്, മലീഷ്യസ് എന്നൊക്കെയാണ് വാന്റന്റെ സിനോണിംസ് വരുന്നത്. ഇനി ലിവിഡ്. ലിവിഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോപാകുരമായിട്ടുള്ള അങ്ങനെയൊക്കെ പറയല്ലോ, ഭയങ്കര ദേഷ്യം, ആ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പം ഫ്യൂരിയസ്, ആംഗ്രി, എൻറേജ്, അതൊക്കെയാണ് ലിവിഡിന്റെ സിനോണിംസ് വരുന്നത്. ഇനി സെറൻഡിപ്പിറ്റി. സെറൻഡിപ്പിറ്റിന്റെ സിനോണിംസ് വരുന്നത് ലക്ക്, ചാൻസ്, കോയിൻസിഡൻസ് അങ്ങനെയൊക്കെയാണ്. ഇനി നെബുലസ്. നെബുലസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മൂടലുള്ള പോലെ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കൊണ്ട് വെയിൽ ചെയ്യപ്പെട്ട അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പം ആംബിഗ്യസ്, ക്ലൗഡി, വേഗ് എന്നൊക്കെ, അതായത് ക്ലിയർ ഇല്ലാത്ത. പിന്നെ ഇംബൈബ്. ഇംബൈബ് എന്ന് പറയുമ്പോൾ സ്വാംശീകരിക്കുക, അതായത് അബ്സോർബ്, അസിമിലേറ്റ്, ടേക്ക് ഇൻ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. ഉൾക്കൊള്ളുക അല്ലെങ്കിൽ സ്വാംശീകരിക്കുക അങ്ങനെയൊക്കെ.